വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനുള്ളത് നമ്മുടെ കരിയാത്തൻപാറയിലുള്ള സജി ചേട്ടൻ്റെ ഹോം സ്റ്റേയിലാണ് കേട്ടോ. പുള്ളി കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്ത ഹോം സ്റ്റേ ആണ്. അന്നൊന്നും പോകാൻ പറ്റിയില്ല. ഒരുപാട് നാളായി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതും നടക്കാത്തതുമായിട്ടുള്ള ഒരു ചെറിയൊരു ട്രിപ്പായിരുന്നു. ആൻഡ് ഫൈനലി ഇപ്പോഴാണ് കേട്ടോ അതിന് സമയം കിട്ടിയതും. നമ്മളെല്ലാവരും വിചാരിച്ച മാതിരി വന്നില്ലെങ്കിലും വരാൻ പറ്റുന്നവരെല്ലാവരും കൂടി ഒരുമിച്ചൊരു വണ്ടി വിളിച്ചിട്ടാണ് നമ്മൾ പോയത്. വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണുന്ന വ്യൂ ആണ് കേട്ടോ. പിന്നെ ഉള്ളിലെ ഇന്റീരിയേഴ്സും എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് സഹിച്ചേട്ടൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ ആൻസി ചേച്ചി നമുക്ക് ജ്യൂസൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. നല്ല ചൂടത്ത് നിന്ന് നല്ല തണുത്ത ജ്യൂസ് കുടിച്ചപ്പോൾ ഒരു ഭയങ്കര ഒരു കുളിർമയൊക്കെ ആയിട്ട് നമ്മളങ്ങനെ വീട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വീടൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റൂമിലേക്കൊക്കെ പോയി. എന്നാ റൂമൊക്കെ നല്ല നല്ല റൂംസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. വാഷ് ബേസിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് കണ്ടുടനെ തന്നെ സഹിച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ഇത് 24 കാരറ്റ് ഗോൾഡ് ആണെന്ന്. കാരണം നല്ല ഗോൾഡൻ കളറ്, അങ്ങനെ എല്ലായിടത്തും കാണാത്തൊരു സ്റ്റൈല് വാഷ് ബേസിനാണ്. നല്ല രസമുണ്ട് കാണാൻ. ഡൈനിങ് ടേബിൾ ആണെങ്കിലും എല്ലാം ഒരു റോയൽ ടച്ച് കിട്ടുന്ന പോലെയാണ് കേട്ടോ പുള്ളി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 റൂമാണ് ഉള്ളത് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ സഹിച്ചേട്ടൻ്റെ അടുത്ത് ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല. 2 റൂമാണ് ഞാൻ കണ്ടേ. അപ്പൊ കണ്ട 2 റൂമും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വാഷ്റൂം ആണെങ്കിലും എല്ലാം നല്ല നല്ല ഒരു സ്റ്റൈലിഷ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. കുളിക്കാനുള്ള ഏരിയ നല്ലൊരു കേർട്ടൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അടുക്കളയാണെങ്കിലും നമ്മളവിടെ ചെല്ലുമ്പോൾ ഫുഡെല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് തരും എന്നാണ് പറഞ്ഞത്. അപ്പൊ അടുക്കളയൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പുറത്ത്. അപ്പോഴാണ് മോളിൽ നിന്ന് നല്ല വ്യൂ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് പോയത് കേട്ടോ. സൈച്ചേട്ടൻ്റെ മോനാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് മുകളിലേക്ക്. മോളിൽ നിന്ന് എടുക്കുമ്പോഴാണ് വ്യൂ കുറച്ചും കൂടി അടിപൊളിയാവാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ സത്യമാണ് മോളിൽ നിന്ന് എന്താ പറയാ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു വ്യൂ മൊത്തം കാണാം. കക്കയം ഡാമിന്റെ താഴെയുള്ള ആ ഒരു മൈതാനം പോലുള്ള ഒരു സ്ഥലവും എല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ രാവിലെ നേരത്തെയൊക്കെ എണീക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഉമ്മർത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ ആ ഒരു സൺറൈസ് ഒക്കെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഫുഡിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ബ്രെഡ്, പഴം പുഴുങ്ങിയത്, ബീഫ് കറി, വെജ് സ്റ്റൂ, പിന്നെ കള്ളപ്പമാണ് കേട്ടോ. എല്ലാം ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. പിന്നെ നമ്മൾ ഇവിടെ സജിച്ചേട്ടൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. കാരണം നമ്മൾ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരികയാണല്ലോ. ഇനി ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരക്കുഴി വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ. ഞാൻ കക്കയം ഡാമിൻ്റെ അങ്ങോട്ട് വന്നിട്ടുള്ളത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ സമയത്ത് പോസ്റ്റ് വെഡിങ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അന്നേരം ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴി സജിച്ചേട്ടൻ ഈ നാട്ടിനെ പറ്റിയിട്ടും ഈ നാട്ടിൽ നടന്ന ഒരു രാജൻ കൊലക്കേസ് എന്നൊക്കെ പറഞ്ഞ ഒരു അങ്ങനത്തെ ഒരു കഥകളൊക്കെ കുറെ പറഞ്ഞു. ഞാനതൊന്നും കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ അവിടെ ചെന്ന് ഇറങ്ങി. ഇറങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് പോകുന്നത് ബോട്ടിങ്ങിനാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡാമിന്റെ ഇതിൽ സ്പീഡ് ബോട്ട് ഉണ്ട്. അപ്പൊ സ്പീഡ് ബോട്ടിൽ ബോട്ടിങ്ങിന് വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 1000 റുപ്പീസ്, ഐ മീൻ ഒരു ബോട്ടിന് 1000 റുപ്പീസ് ആണ് ചാർജ് വരുന്നത്. അപ്പോൾ 5 പേർക്ക് അതിൽ പോവാം. പെർ ഹെഡ് 200 റുപ്പീസ് വരും. അപ്പം നമ്മൾ വരുന്ന കാരണം കൊണ്ട് സഹിച്ചിട്ട് നേരത്തെ സ്പീഡ് ബോട്ടൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. കാരണം ചെറിയൊരു മഴക്കാർ എവിടേക്കോ ഉണ്ട്, പക്ഷെ മഴ പെയ്യുന്നില്ല. എന്നാൽ ഭയങ്കര വെയില് ആയിട്ടുള്ള ഒരു പ്രശ്നമില്ല, പക്ഷെ ചൂട് നന്നായിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞാൻ സ്പീഡ് ബോട്ട് കയറി കേട്ടോ. ആദർശേട്ടനും സീമ, അഞ്ജു, ഷംന ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവർ ഇരുത്തുന്നത് തന്നെ നമ്മളെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ആള് ബാക്കിലും വെയിറ്റ് കൂടിയ ആൾക്കാരെല്ലാം മുന്നിലും, അങ്ങനെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു ബോട്ടിന്റെ ബാലൻസ് ഇതാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫ്രണ്ട് കുറച്ച് പൊന്തിയിട്ടല്ലേ ബോട്ട് ഉണ്ടാവുക. അപ്പൊ ബോട്ടിൽ പോകുമ്പോഴും അതെ നല്ല വ്യൂ ആണ്. അയ്യോ, ഇവിടുത്തെ വ്യൂവിനെ പറ്റി പറഞ്ഞു എത്ര പറഞ്ഞാലും മതിയാവില്ല. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. നമുക്ക് റിയൽ ഐസ് കൊണ്ട് കാണുന്ന അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റണോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ വാട്ടർഫോളൊക്കെ മഴക്കാലത്ത് എന്ത് രസമായിരിക്കും അല്ലേ.
ഈ വേനൽക്കാലത്ത് തന്നെ ഇങ്ങനെ നൂല് നൂല് മാതിരി വരുമ്പോ തന്നെ ഇത്ര ഭംഗിയുണ്ടെങ്കിൽ മഴക്കാലത്ത് ഭയങ്കര രസമായിരിക്കും കാണാൻ. കാരണം സ്പീഡ് ബോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ ഒരു സൈഡ് ചിരിച്ചിട്ടൊക്കെ കൊണ്ടുപോകും ട്ടോ. അന്നേരം ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. നമുക്ക് പേടിയാവും നമ്മൾ വീണു പോകുന്നു. പക്ഷെ വീഴൊന്നുമില്ല. അങ്ങനെ അപകടങ്ങളൊന്നും സംഭവിക്കില്ല കേട്ടോ. പക്ഷെ നല്ല ഫണ്ണായിരുന്നു സ്പീഡ് ബോട്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാട്ടോ സ്പീഡ് ബോട്ടിൽ പോകുന്നത്. ഇനിയാണ് നമ്മൾ ഒരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. അപ്പൊ മുകളിലേക്ക് കയറി അവിടെ ഇറങ്ങിയപ്പോ പറഞ്ഞു അട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. കാരണം ഞാൻ മാത്രമാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. ബാക്കി എല്ലാവരും പാന്റും ഒക്കെ ഇട്ടിട്ടാ വന്നിട്ടുള്ളത്. പിന്നെ ഭാഗ്യത്തിന് ഷൂസ് ആയതുകൊണ്ട് അതിന്റെ മുകളിൽ കൂടെ വേണമല്ലോ കയറാൻ എന്നുള്ളൊരു സമാധാനമായിരുന്നു. പക്ഷെ എന്നാലും ഒരു സെക്കൻഡ് ഞാൻ നിന്നിട്ടില്ല. കാരണം അട്ട കയറിയാലോ എന്ന് പേടിച്ചിട്ട്. ഈ വഴി നടന്ന് നമ്മൾ ടയർഡായിട്ട് ചെല്ലുന്ന നേരം നമ്മൾ നേരെ ചെല്ലുന്നത് നല്ല ഫ്രഷ് വാട്ടർ കിട്ടുന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെ കുടിവെള്ളം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇപ്പൊ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലല്ല, ഇവിടെ ഒരു ഗൈഡ് നമുക്ക് ഇതിന്റെ സ്റ്റോറി മൊത്തം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ, അയാൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ. ഉരക്കുഴി എന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വെള്ളം വന്ന് ചാടി ചാടി പാറയ്ക്ക് ഉരുള പോലെ അതുകൊണ്ടാണ് ഉരക്കുഴി ഇവിടെ പേര് വരാൻ കാരണം. ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മോളിക്കൂടി അല്ലാതെയും വെള്ളം ഒഴിപ്പോന്ന്. ഇപ്പം നമ്മൾ പറഞ്ഞു ഉരുള് പോലെ പാട പൊത്തിക്കൂടിയെല്ലാം പോയിട്ട് ഏകദേശം 1/2 കിലോമീറ്ററോളം താഴെ ലാസ്റ്റ് പോകുന്നത്. അതിന് ഉദാഹരണം മാത്രമാണ് ആ വളവിന്റെ ഇടക്കണ്ടോ, കിടത്തുന്ന വലത്തോട്ടെല്ലാം പതവല വരുന്നുണ്ടോ, പാറയുടെ മോളിക്കൂടെ വെള്ളം ഒഴിപ്പോന്നില്ല. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മുകളിൽ കൂടെ ആദ്യം വെള്ളം ഒഴുകുന്നത്. പാറ പൊത്തിക്കൂടെ പോയിട്ട് പല പല ഭാഗത്തായി വെള്ളം പോകുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് പോയാൽ പോയാള് പോയി, കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു പൊക്കൂല. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസിന്റെ മുകളിൽ അപ്പൊ ഞാനും നിങ്ങളെല്ലാം നിൽക്കുന്ന. പക്ഷേ അപകടങ്ങൾ സംഭവിക്കാത്തെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടില്ല. പക്ഷേ ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന യന്ത്രങ്ങൾ തീർത്ഥകാവ് രാജന്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്നു. കേട്ടുകഴിഞ്ഞ് മാത്രമേ ഉള്ളൂ. അന്ന് തൊട്ടാണ് ആളുകളെല്ലാം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പുഴ കടന്ന് കാട്ടിക്കൂടെ കയറി ആ താഴ് നിൽക്കുന്ന മരത്തെ പിടിച്ച് 76 മുതൽ ഇതിന്റെ യഥാർത്ഥ താഴ്ഭാഗം കാണുന്നത്. അങ്ങനെയാണ് കക്കയും ഉരക്കുഴി വെള്ളച്ചാട്ടവും പുറലോകം അറിയപ്പെടാൻ തുടങ്ങി. ഈ വെള്ളം ഇപ്പോൾ ഒഴുകിപ്പോന്ന് കരിയാത്തുമ്പാറ തോണിക്കടവെന്ന ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്. ഇതിന്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ച എത്തണമെങ്കിൽ കരിയാത്തുമ്പാറ എന്ന 3.5 കിലോമീറ്റർ പുഴയിൽ കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായിരുന്നു ഈ പാറക്കൂടെ കയറുന്ന മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്ത് എത്താനൊക്കെ ഉള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലോട്ട് ഇങ്ങനെ നോക്കിയിരുന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല. പാടെ പൊത്തിക്കൂടിയല്ല വെള്ളം പോലെ. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം. ഈ പാലം ഉണ്ടായിരുന്നു. നമുക്ക് ആ പാലത്തെ കയറി ഇതിന്റെ യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്ന കാണാൻ വേണ്ടി തൂക്കുപാലം നിർമ്മിച്ച് ഇത് പൊളിഞ്ഞു പോകാൻ കാരണം 2018 പ്രളയത്തിൽ കക്കയ അണക്കെട്ട് തുറന്നു വിട്ടു. കാട്ടിലെ വെള്ളം കൂടി പാലം മൂടി വന്ന വെള്ളം ചാടിയ 3 ദിവസം. അതിന്റെ പിന്നെയാണ് കമ്പകരിയിലൊക്കെ. വേറെ പ്രത്യേകത പറഞ്ഞാൽ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മുഖച്ചായ പറയണം മാത്രമല്ല, നെറ്റി, കണ്ണ്, മൂക്ക്, വായു തടിച്ച് ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപത്തിന്റെ സെന്ററാണ്. 5 മണി വരെ മാത്രമേ ഇവിടെ നിർത്തുള്ളൂ. അപ്പുകുട്ടപ്പള്ളിക്കുന്നൊരു ലേഖനത്തിൽ രാജന്റെ ബോഡി പഞ്ചാരട്ട് കത്തിന്റെ പാറ കാണിക്കുന്ന ഫോട്ടോ ഇതാണ്. ഇതെല്ലാം കേട്ടുകളിൽ മാത്രമുള്ളൂ. അങ്ങനെയാണ് ഇത് അറിയപ്പെടാൻ തുടങ്ങി കേട്ടോ. 10 കിലോമീറ്റർ തയ്യാർ കീഴിക്കുഴി, 18 അടിവാരം, 31 ലക്കടി, 31 പടിഞ്ഞാത്തറ ബാണാസുര സാഗർ. പടിഞ്ഞാത്തറ ബാണാസുര സാഗറിന് വെള്ളം തുറന്നു വിട്ടാൽ കക്ക അണക്കെട്ട് വരും. കക്ക അണക്കെട്ട് തുറന്നു വിട്ടാൽ പെരുവണ്ണാമൂഴി അണക്കെട്ടിലേക്ക് ഇതിലായിരുന്നു. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനത്തെ പ്ലേസ് കേട്ടോ. അങ്ങനെ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ നമ്മൾ അവിടെ ഇരുന്ന് കുറെ ഫോട്ടോസും റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് 1-2 റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി ഈ ഒരു പാറക്കല്ലിന്റെ മുകളിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. നല്ല രസമുള്ള കുറെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് സജിച്ചേട്ടൻ്റെ വീട്ടിൽ വന്ന് നമ്മൾ നല്ല ലഞ്ച് കഴിച്ചു. ലഞ്ച് എന്ന് വെച്ചാൽ നല്ല വാഴയിലയിൽ സദ്യ പോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നല്ല പോർക്ക് ചില്ലി, പിന്നെന്താ ഒരു കട്ട്ലറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പാലട പായസം എല്ലാം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇറങ്ങിയപ്പോഴാണ് ദൂരെ മലേന്റെ മുകളിൽ മഴ പെയ്യുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പൊ വന്നിട്ടുള്ളത് തോണിക്കടവ് ടൂറിസം പ്രോജക്റ്റിലാണ്. ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്നേരം നല്ല കാറ്റുണ്ട്, ദൂരെ മഴ പെയ്യുന്ന കാണുന്നുണ്ട്. എന്തായാലും നമ്മളിവിടെ എത്തിയാലും മഴ പെയ്യും നമുക്ക് അറിയാം.
പക്ഷെ എന്നാലും നമ്മൾ വീഡിയോസും ഫോട്ടോസും എടുത്തിട്ടേ ഇവിടെ നിന്നും പോവുള്ളൂ. നമ്മളെ കൂടെ വന്നവരൊക്കെ നല്ല വൈബുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പൊ ദൂരെ നല്ല മഴ പെയ്യുന്നത് കാണുന്നുണ്ട്, നല്ല മഴക്കാറുണ്ട്, നല്ല കാറ്റും ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ വന്നപ്പോൾ, ഒരു കുറച്ച് കാമായിരുന്നു. പക്ഷെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ളത് നോക്കി നടക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ നമ്മൾ അവിടെ ഒരു ബാംബുവിൻ്റെ ഒരു ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിരുന്ന് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് പോയിരുന്നതാണ് കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഈ കാറ്റിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന്. അങ്ങനെ അവിടെ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് മഴ ചാറാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വേഗം മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി എവിടെയും കയറി നിൽക്കാന്ന് പറഞ്ഞ് ഓടുകയാണ്. ഈ ഒരു ടവറിൻ്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മൾ കയറുന്നത്. അപ്പോൾ പിന്നെ മഴ പെയ്താലും നമ്മൾ മഴ കൊള്ളില്ല, വ്യൂ നമുക്ക് എൻജോയ് ചെയ്യുകയും ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ കയറി നമ്മൾ കുറേ ഫോട്ടോസ്, ഒരുപാട് സിംഗിൾ ഫോട്ടോസ് എടുത്തു. എല്ലാവരും സിംഗിൾ ഫോട്ടോസൊക്കെ കുറേ എടുത്ത്, ഗ്രൂപ്പ് ഫോട്ടോയും ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ സൈച്ചേട്ടൻ്റെ വീട് കാണാം. അങ്ങനെ എല്ലാം സൈച്ചേട്ടൻ്റെ നാടായതുകൊണ്ട് തന്നെ ഇവിടുന്ന് പുള്ളിയുടെ എല്ലാ കഥകളും നമുക്കിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ നടന്നു പോയി, ഇത് പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പണ്ടത്തെ എല്ലാ കാര്യങ്ങളും ഒത്തിരി പറഞ്ഞു തന്നു കേട്ടോ. നല്ല എന്താ പറയുക, ഭയങ്കര ഒരു റിലാക്സിങ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ ഇറങ്ങി നേരെ വന്നത് നമ്മുടെ കക്കയം ഡാമിൻ്റെ താഴെയുള്ള ഈ ഒരു ഏരിയയിൽ നിന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞ പണ്ട് ഞങ്ങളുടെ വെഡിങ് ഫോട്ടോഷൂട്ട് ചെയ്ത സ്ഥലം. പക്ഷെ നമ്മളന്ന് എൻട്രി ചെയ്തത് ഈ ഒരു സൈഡിൽ കൂടെ അല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാറ് നിർത്തിയിട്ട് അതുവഴി ഏതോ ഒരു വഴി കൂടെ ഇറങ്ങിയിട്ടൊക്കെയാണ് അന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 7 കൊല്ലമായതുകൊണ്ട് അത്ര ഓർമ്മയില്ല, കുറച്ച് മറന്നു വയ്ക്കുന്നു. അങ്ങനെ നമ്മൾ ഇതുവഴി നടന്ന് കുറേ ഫോട്ടോസും ഒരു റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് എന്തൊക്കെയോ പ്ലാൻ ചെയ്തു, പക്ഷെ ഇവിടെ റേഞ്ച് കുറവുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ച മാതിരി നമുക്ക് റീൽസ് എടുക്കാൻ പറ്റിയില്ല. ഞാനൊന്നും പ്രിപ്പയർ ചെയ്തില്ല, ഞാൻ എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇൻസ്റ്റയിൽ. പക്ഷെ ഇൻസ്റ്റ ഓപ്പൺ ചെയ്യാനോ സേവ് ചെയ്ത് വെച്ച റീൽസ് എടുത്ത് നോക്കാനോ പറ്റിയില്ല, റേഞ്ച് ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നടന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സൈസൈഡിൻ്റെ വീടിൻ്റെ അങ്ങോട്ട് കയറുന്ന ആ വഴിയിലേക്ക് നമ്മൾ നടന്നിട്ടാണ് കേട്ടോ പോയത്. പക്ഷെ നടന്ന് മഴക്കാറുള്ളതുകൊണ്ടാണ് തോന്നുന്നു വേർത്ത് കുളിച്ചൊരു വഴിയായി. അങ്ങനെ സൈസൈഡിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ കയറിയിട്ട് നമ്മൾ കൊക്കോ പൊട്ടിച്ച് കൊക്കോ ടേസ്റ്റ്, ഞാൻ ആദ്യമായിട്ടാട്ടോ കൊക്കോൻ്റെ ടേസ്റ്റ് പറയുന്നത്. പിന്നെ മഴക്കാറുള്ളതുകൊണ്ടും സന്ധ്യ ആയതുകൊണ്ടും ആ സ്കൈ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മാങ്ങയൊക്കെ പറിച്ചു കൊണ്ടുവന്നു സൈച്ചേട്ടൻ. അങ്ങനെ എല്ലാവരും കൂടി മാങ്ങേൻ്റെ ചാക്കിനെ അറ്റാക്ക് ചെയ്യും. എനിക്ക് മാങ്ങ കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും ഞാൻ മാങ്ങേൻ്റെ അത്ര വലിയ ഫാനല്ല. എനിക്ക് മാംഗോ ജ്യൂസൊക്കെ ഇഷ്ടം, പക്ഷെ ഇങ്ങനെ കടിച്ചു കഴിക്കാൻ എനിക്ക് പേടിയാട്ടോ. ഡ്രസ്സിലും ഒക്കെ ആയി പോവോ എന്നുള്ളൊരു പേടിയുണ്ട്, ഞാൻ കഴിച്ചില്ല. പക്ഷെ എല്ലാവരും കഴിക്കുന്ന വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതെല്ലാം രസമാണല്ലോ, മെമ്മറീസ് അല്ലേ നമുക്ക്. ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിലും പിന്നെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ആയിരിക്കും. അയ്യോ അന്ന് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും ആദിവാസി ഡാൻസ് മാതിരിയുള്ളൊരു ഡാൻസൊക്കെ ഞങ്ങൾ കളിച്ചു കേട്ടോ. ഹൂ എന്നൊക്കെ പറഞ്ഞ് കമ്പൊക്കെ പിടിച്ച് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതുവരെ നമ്മളാരും ട്രിപ്പ് പോയിട്ട് ക്യാമ്പ് ഫയർ ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യം ഇട്ട ക്യാമ്പ് ഫയർ നമ്മൾ സെറ്റ് ചെയ്ത് എൻജോയ് ചെയ്യുന്നത്. കാരണം നമ്മൾ സ്കൂളിൽ നിന്ന് ആണല്ലോ ഇവരെല്ലാവരും കൂടി ടൂറ് പോകാറില്ലേ ഫ്രണ്ട്സായിട്ട്. അപ്പോൾ ടൂറൊന്നും പോകുന്നേരം പ്രിൻസിപ്പള് നമ്മളെന്നെ സമ്മതിക്കില്ല രാത്രി ഒരുപാട് ലേറ്റായിട്ട് നിൽക്കാനോ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനൊന്നും. അത് കഴിഞ്ഞ് നമ്മളെ ആൻസി ചേച്ചീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്ത് ആൻസി ചേച്ചീനെ സർപ്രൈസ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കേക്കൊക്കെ കഴിച്ച് നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. ഡിന്നറും ഈ പറഞ്ഞ മാതിരി തന്നെ സൈച്ചേട്ടൻ നല്ല ഗ്രാൻഡ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല കള്ളപ്പം, ചേമ്പ്, കപ്പ, ചിക്കൻ, മയണൈസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഗ്രാൻഡ് ഫുഡ് ആയിരുന്നു. കള്ളപ്പം മയണൈസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഭയങ്കര നല്ല കോമ്പിനേഷൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. 8 o'clock ആയപ്പോൾ വീഡിയോ ലെങ്ത്തിന്റെ പ്രശ്നം കൊണ്ട് എനിക്ക് ഒരുപാട് ക്ലിപ്പുകൾ മിസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കുറേ ഉച്ചയ്ക്ക് പാട്ട് പാടുന്ന വീഡിയോസൊക്കെ എനിക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.